തൊടുപുഴയിലെ കൊട്ടേഷൻ കൊലപാതകത്തിൽ നിർണായക തെളിവായി ഒന്നാം പ്രതി ജോമോന്റെ ഫോൺ കോളുകൾ. ബിജുവിനെ കൊലപ്പെടുത്തിയതിന് ശേഷം ദൃശ്യം 4 നടത്തിയെന്ന് ജോമോൻ സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു. ജോമോന്റെ ഫോണിൽ നിന്ന് കോൾ റെക്കോർഡ് ലഭിച്ചതായി പോലീസ് പറഞ്ഞു. ജോമോൻ വിളിച്ച ആളുകളുടെയും മൊഴിയും രേഖപ്പെടുത്തും. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ആണ് നമുക്കൊപ്പം ചേരുന്നത്. ആൽവിൻ, വളരെ കരുതിക്കൂട്ടിയുള്ള ഒരു കൊട്ടേഷൻ കൊലപാതകമാണ് ഇതെന്ന കാര്യം നേരത്തെ തെളിഞ്ഞിരുന്നതാണ്. പക്ഷേ ദൃശ്യം 4 എന്ന് പറയുന്നത് അദ്ദേഹം ആ വിധത്തിൽ ക്രൂരമായ ഒരു നടപടി ചെയ്ത് താൻ പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം? നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കാര്യം, ഈ കൊട്ടേഷൻ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ മൊഴിയെടുക്കലിലാണ് ഈ ബിജു ഇത്തരത്തിലുള്ള ഒരു ബിജുവിനെ കൊലപാതകത്തിന് ശേഷം ജോമോൻ ഇത്തരത്തിലുള്ള ഒരു ഫോൺ കോൾ 2 സുഹൃത്തുക്കളെ വിളിച്ച് നടത്തി എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന് കൊലപാതകത്തിന് ശേഷം ഈ ബോഡി മറവ് ചെയ്ത് ബിജുവിന്റെ ബോഡി ഈ കാറ്ററിംഗ് ഗോഡൌണിൽ മറവ് ചെയ്ത ശേഷമാണ് ഇത്തരത്തിലൊരു ഫോൺ കോൾ നടത്തിയത്. 2 ഫോൺ കോളും 2 സുഹൃത്തുക്കളെയാണ് വിളിച്ചത് എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ആ സുഹൃത്തുക്കളെയും പോലീസ് ഉടൻ തന്നെ ചോദ്യം ചെയ്യും, അവരിൽ നിന്ന് വിവരം എടുക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ദൃശ്യം 4 നടപ്പാക്കി എന്നാണ്, അതായത് സിനിമയുടെ 4ാം ഭാഗം എന്ന നിലയിലാണ് ഈ കൊലപാതകത്തെ ഈ ഒന്നാം പ്രതി ജോമോൻ സുഹൃത്തുക്കളോട് വിശദീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം നടത്തിയെന്നും അത് കൃത്യമായി മറവ് ചെയ്തു എന്നുള്ളതും കൃത്യമായി അത് ഫോൺ കോൾ രൂപത്തിൽ പോലീസിന് ലഭിച്ചിരിക്കുന്നു. ആ റെക്കോർഡ് പോലീസിന് ലഭിച്ചിരിക്കുന്നു. 2 സുഹൃത്തുക്കളെ വിളിച്ചാണ് ജോമോൻ ഇത്തരത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇത് കേസിന് കൂടുതൽ നിർണായകമായ തെളിവാകും. കാര്യം, ഇത് കരുതിക്കുട്ടിയുള്ള കൊലപാതകം എന്ന നിലയിൽ തന്നെ വില്ലിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കരുതിക്കുട്ടിയ ഒരു കൊലപാതകം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമാകും ഈ ഫോൺ കോളിലൂടെ. അതുകൊണ്ട് തന്നെ ഈ ഫോൺ കോളിന്റെ റെക്കോർഡും അതോടൊപ്പം തന്നെ വോയിസ് ടെസ്റ്റ്, ജോമോനെ കസ്റ്റഡിയിൽ വാങ്ങിച്ച ശേഷം വോയിസ് ടെസ്റ്റ് നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നമുക്ക് നൽകുന്ന വിവരം. ഈ പ്രക്രിയകൾ ഈ വരുന്ന ദിവസങ്ങളിൽ നടത്തും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും ജോമോന്റെ ഭാര്യയും ഈ കേസിൽ പ്രതിയേർക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതിനുള്ള നടപടിക്രമങ്ങളും പോലീസ് നടത്തി വരികയാണ്.